ശ്രീ ഷാജഹാൻ, കൊല്ലം MLA എം മുകേഷ് രാജിവെക്കണമോ എന്ന കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂലങ്കഷമായ ചർച്ച നടക്കുകയാണ്. മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ ഉൾപ്പെടെ ആരോപണ വിധേയരായ പലരുടെയും പേരുകൾ പുറത്തു വന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖർ, സോക്കോൾഡ് പ്രമുഖർ ആരെന്നത് ഇപ്പോഴും അജ്ഞാതമായി കിടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ അതിലുള്ള ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ അടിസ്ഥാനമാക്കി അല്ല അന്വേഷണം നടക്കുന്നത്. മറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്കും ഇതേപോലുള്ള അനുഭവം ഉണ്ടായി എന്ന് ചില നടിമാർ അവർ മാധ്യമങ്ങളുടെ മുന്നിലൂടെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നിയോഗിക്കുന്നു. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ഇതുവരെയായും ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പ്രമുഖരുടെ പേരുകൾ സർക്കാർ ഇതുവരെയായും പുറത്തുവിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സർക്കാർ ഇരകളോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്? അല്ല, ഇതിനകത്ത് അനിൽ ഉയർത്തിയതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ രണ്ട് പ്രശ്നങ്ങളും ഞാൻ കുറേ അല്പം വിശദമായി ഞാൻ പറയാം. ഇത്തിരി സമയം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് 19 പുറത്തു വന്നത്. ഇന്ന് ഓഗസ്റ്റ് 30. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 96 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ നടന്മാരെക്കുറിച്ചും അവർ ലൈംഗിക പീഡനം നടത്തുന്നതിനെക്കുറിച്ചും വി ആർ ഇൻ എവിഡൻസ് എന്നാണ് പറയുന്നത്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർ ലൈംഗിക ചൂഷണം നടത്തി എന്നുള്ളത് സംബന്ധിച്ചും ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 96 ഖണ്ഡികയിൽ പറയുന്നത്. ഇതിൽ നിന്ന് കാര്യം വളരെ ക്ലിയർ ആണല്ലോ. എന്ന് മാത്രമല്ല, ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഞങ്ങൾ നേരിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നവർ പറയുകയും, അവർ വേറൊരു ഭാഗത്ത് എഴുതിത്തന്ന മൊഴികളുണ്ട്, ലൈവ് വീഡിയോകളുണ്ട്, വാട്സാപ്പ് ചാറ്റുകളുണ്ട്, പെൻ ഡ്രൈവുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ പുറത്ത് വിശദീകരിക്കുന്നില്ല, ഒരുപാടുണ്ട്. അതൊന്നും ഒരു മാധ്യമങ്ങളെടുത്ത് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടാവർത്തി വായിച്ചു കഴിഞ്ഞ ആളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ഈ പിണറായി സർക്കാർ ഒരു ചുക്കും പറഞ്ഞിട്ടില്ല. ഇനി പിണറായി സർക്കാർ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത് ചില നടിമാർ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ 7 അംഗ സമിതിയെ വെച്ചിരിക്കുന്നു എന്നാണ് പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി ഇല്ല, അത് വേറെ അങ്ങ് പോയി. ഹേമ കമ്മിറ്റിയെക്കുറിച്ച് അന്വേഷണമില്ല. ഇനി ഈ അന്വേഷിക്കാൻ വെച്ചിരിക്കുന്ന ഈ 7 അംഗ കമ്മിറ്റി ഉണ്ടല്ലോ, ആ 7 അംഗ കമ്മിറ്റിയിൽ ഓരോരുത്തരെ കുറിച്ചിട്ടും ഞാൻ പറയാം. കാരണം അവരാണല്ലോ സ്ത്രീ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് സ്പർജൻ കുമാർ എന്നാണ്. ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ സ്പർജൻ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ADGP AIG എന്താണെന്നറിയില്ല, എന്തോ AIG അല്ലേ, IG ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തുടങ്ങാം. അയാൾ 2005 ഒരു വനിതയുമായി ലിവിങ് ടുഗദറിലായിരുന്നു. അവർ കോയമ്പത്തൂർ ഏതോ ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീ ആയിരുന്നു. അന്ന് അയാൾ SP എന്താണെന്നുള്ള എനിക്കറിയില്ല. 2005 അവരുമായി ലിവിങ് ടുഗദറിലായിരുന്നത് അവരെ വിവാഹം കഴിക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവസാനം അവരെ വഞ്ചിച്ചു, അവരെ ചീറ്റ് ചെയ്തു, വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുടെ പേരെന്തോ സന്ധ്യയെന്നോ സിന്ധ്യയെന്നോ കണ്ടാണ്. ഈ സ്ത്രീ സ്പർജൻ കുമാർ തന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് പരാതി കൊടുക്കുകയും അന്ന് DGP ആയിരുന്ന ശ്രീമാൻ രമൺ ശ്രീവാസ്തവ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് IGO AIGO ഏതാണ്ട് എന്തോ ആയിരുന്നാൽ എന്താണ് അവരുടെ പേര്, ശ്രീലേഖ IPSനെ ചുമതലപ്പെടുത്തി. ശ്രീലേഖ IPS കോയമ്പത്തൂർ പോയി ഈ സ്ത്രീയെ കണ്ടു, മൊഴിയെടുത്തിട്ട് അവർ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞു
ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചതായിട്ട് തെളിവുകളൊന്നുമില്ല. പക്ഷേ ഈ സ്ത്രീയെ ചതിച്ചിട്ടുണ്ട്, അതായത് ചീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ആ റിപ്പോർട്ട് ചവിട്ടുകൂട്ടലിൽ പോയി. അപ്പോൾ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വെച്ചിരിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ തന്നെ ഒരു സ്ത്രീയെ ചതിച്ചു, ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു വിഷയത്തിൽ ആരോപണ വിധേയനാണ്. ഒന്നാമത്തെ ആള് അയാളാണ് ടീം ലീഡർ ടീം ലീഡർ. ഇനി അതിലിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ ജി പൂങ്കുഴലി എന്ന് പറഞ്ഞൊരു IG ഉണ്ട്, പൂങ്കുഴലി. അവരെക്കുറിച്ചൊരു ഒരു ഒരു ഇര എന്ന് പറഞ്ഞത് പൂങ്കുയിൽ എന്നാണ് പറഞ്ഞത്. എന്തായാലും പോട്ടെ, പൂങ്കുഴലിയെ സംബന്ധിച്ചിടത്തോളം പൂങ്കുഴലി 3 കേസുകൾ അട്ടിമറിച്ചു എന്നുള്ള വിവരമാണ് എൻ്റെ ഉള്ളത്. 3 കേസുകൾ. അതിലൊന്ന് വേറൊന്നുമല്ല, കൊടകര കുഴൽപ്പണ കേസാണ്. അത് അട്ടിമറിച്ചു എന്നുള്ള ആരോപണമുണ്ട്. 1. 2, അവരേറ്റവും നീചവും നികൃഷ്ടവുമായി അട്ടിമറിച്ചു എന്ന ആരോപണമുള്ളത് വാളയാറിലെ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 9ഉം 11ഉം വയസ്സുള്ള ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. ആ കേസ് അവർ നല്ല സുന്ദരമായി അട്ടിമറിച്ചു കൊടുത്തു എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. NJ സോജൻ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവൻ, അവൻ്റെ വിധാംശങ്ങൾ അവനും ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവർ അട്ടിമറിച്ചെന്നുള്ളതാണ് ഈ പൂങ്കുഴലിയെ കുറിച്ചുള്ള 2ാമത്തെ ആരോപണം. 3ാമത്തെ ആരോപണം എന്താണെന്നറിയാമോ? വടക്കാഞ്ചേരി സ്ത്രീപീഡന കേസുണ്ട്. അതെനിക്ക് തോന്നുന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മറ്റാണെന്ന് തോന്നുന്നു. അന്ന് ആ പെൺകുട്ടിയെയും കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അവരെ കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു. അവസാനം അവരെ ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോലും കയറ്റാതെ അവിടുത്തെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലും കണ്ടായിരുന്നു ജയന്തൻ എന്ന് പറഞ്ഞൊരു CPM കൗൺസിലർ, ആ കൗൺസിലറെ കൊണ്ടുനടന്ന് പീഡിപ്പിച്ചു എന്നുള്ള കേസ് അട്ടിമറിച്ചു കൊടുത്തതും ഇവരാണ് എന്നുള്ള ആരോപണമുണ്ട്. 3 തൂവലുകളാണല്ലോ, 3 പൊൻതൂവ്, 3 കാക്കത്തൂവലുകൾ തലയിലുള്ള പൂങ്കുഴലിയാണ് ഈ ഇരകളെ ഇപ്പം കണ്ട് കയറിയിറങ്ങി നടന്നങ്ങോട്ട് അന്വേഷിക്കുക എന്നും ഞാൻ വേറെ ആരോപണമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അതാണ് 2ാമത്തെ ആൾ. 3ാമത്തെ ആളുടെ പേര് ഷെറിൻ ജോസഫ് IPS. അവരാണ് കിളികൊല്ലൂർ എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു സൈനികൻ ഉൾപ്പെടെ 2 പേരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടെ അത് കണ്ടതാണ്. ആ കേസ് അന്വേഷിച്ചിട്ട് ഈ ഷെറിൻ ജോസഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരിയായിട്ടുള്ള ഞാൻ പറഞ്ഞ കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഈ ചെറുപ്പക്കാരിയായിട്ടുള്ള IPS പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ അധപ്പതിക്കാതെ അവർ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? മർദ്ദനം ക്രൂരമായി ഏറ്റിട്ടുണ്ട്, പക്ഷേ ആരാണ് മർദ്ദിച്ചത് എന്നുള്ളതിന് തെളിവില്ല എന്ന് പറഞ്ഞ് ആ കേസ് അട്ടിമറിച്ചു കൊടുത്തവരാണ് ഷെറിൻ ജോസഫ് IPS. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതിൽ 3ഓ 4ഓ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ ഒരാൾ മദ്യപാനിയാണെന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ 4 പേരിൽ ഒരാൾ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ പുറത്ത് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പം സ്പർജൻ കുമാറിനെ കുറിച്ച് പറഞ്ഞു, പൂങ്കുഴലിയെ കുറിച്ച് പറഞ്ഞു, ഷെറിൻ ജോസഫിനെ കുറിച്ച് പറഞ്ഞു. ഇനി V അജിത്ത് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവനെന്തോ AIGയോ എന്തോ ഒരുത്തനാണ് അവൻ. അവനെ പണിഷ്മെൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് എന്നതിന് ഉള്ള നോട്ട് ഉൾപ്പെടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നതാണ്. അത് സ്ത്രീ വിഷയമാണോ? അല്ല, അതാണെന്നറിയില്ല. അത് ഈ സോളാർ കമ്മീഷനും കണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദ ചീഫ് മിനിസ്റ്റർ ഡിസയേഴ്സ് ടു ട്രാൻസ്ഫർ ദ ഫോളോയിങ് പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ നോട്ടുണ്ട്. അതായത് ഇവനെ പണിഷ്മെൻ്റ് എന്നുള്ള നിലയിൽ ഇവനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് മുഖ്യമന്ത്രി താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് MV ജയരാജൻ്റെ നോട്ടാണത്. അയാളുടെ ആദ്യത്തെ പ്രൈവറ്റ് സെക്രട്ടറി. അത് പ്രകാരം ശിക്ഷിക്കപ്പെട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടവനാണ് V അജിത്ത്. അപ്പോൾ അതാണ് 4ാമത്തെയോ 5ാമത്തെയോ. പിന്നെ മധുസൂദനൻ എന്ന് പറഞ്ഞ വേറൊരുത്തനും കൂടെ ഉണ്ട് അതിനകത്ത്. അവനെന്തോ SP മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, ക്രൈംബ്രാഞ്ച് SP. അവൻ ആരാണെന്ന് ചോദിച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ ആളുകളെല്ലാം കോർപ്പറേഷനിൽ നിയമിച്ചേക്കണം നിയമന വിവാദം കൊണ്ടുവന്നല്ലോ. ആ വിവാദം കൊണ്ടുവന്നപ്പോൾ ആ കേസും അട്ടിമറിച്ചവനാണ് ഈ മധുസൂദനൻ. അജിത ബീഗം മാത്രമേ ഉള്ളൂ. അവരും അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയനും P ശശിയും കൂടി സ്ത്രീപീഡനം നടന്നു എന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളുടെ അടുത്ത് ചെന്ന് അവരെ സഹായിച്ച് സ്ത്രീപീഡകരെ പൊക്കിയെടുക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിൽ ഉള്ളവന്മാർ മുഴുവൻ അട്ടിമറി വീരന്മാരാണ്.
കേസ് അട്ടിമറിച്ചവന്മാരെ കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ തപ്പിയെടുക്കുന്നു. ഇനി അല്ല, അതൊക്കെ ഞാൻ അതിനോടൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പക്ഷെ പറയാ, എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്നറിയാമല്ലേ, ഇതൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ട കാര്യമാണ്, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി എന്നെ അത്ഭുതപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ഇര, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ആ ഇര കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുകയാണ്, ഓ എന്തൊരു നല്ല സ്ത്രീകളാണ് ഈ പൂങ്കുഴലി എന്നുള്ള തെറ്റിപ്പോയി, പൂങ്കുയിൽ നിന്നായിപ്പോയി, പൂങ്കുയിൽ എൻ്റെ അടുത്ത് വന്നു, പിന്നെ ഈ സ്ത്രീകളെല്ലാം വന്നു, ഒരു കുടുംബം പോലെയാണ് അവരെൻ്റെ അടുത്ത് വന്ന് ഇത് എത്ര നേരം അവരെൻ്റെ കൂടെ ഇരുന്ന് മൊഴിയെടുത്തു, എനിക്ക് സത്യം പറഞ്ഞാൽ അവരെക്കുറിച്ചിട്ട് ഭയങ്കര ബഹുമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ ഈ ഇര, ഞാൻ അവരുടെ പേര് ഞാൻ പറഞ്ഞേക്കാം, കാര്യം അവർ ചാനൽ വന്നതാണ്. അവരുടെ പേരാണ് മീനു മുനീർ. അവരാണ് മുകേഷിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ളത്. അവരിതെല്ലാം പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നു. പൂങ്കുയിൽ, പിന്നെ അജിത ബീഗം എന്നും പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ട് പൂഴ്ത്തിയിട്ട് അവസാനം പറയുകയാണേ, അവരവസാനം പറയണ പിണറായി സാറിനോടുള്ള എൻ്റെ നന്ദി. പിണറായി സാറിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഇപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ട് ജനചാനലിലേക്ക് വരുമ്പോഴും ഒരു വീഡിയോയിൽ അവർ പിണറായി സാറിനെ പൊക്കുകയാണ്. എന്നിട്ട് അവർ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ ഐ വാസ് ഓവർവെൽംഡ്. ആ സ്ത്രീ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ അട്ടിമറി വീരന്മാർ അവരുടെ പണി തുടങ്ങി. ഈ അട്ടിമറി വീരന്മാരെ ശശി കൊണ്ടുവന്ന് വെച്ചത് ഈ സ്ത്രീകളെ എല്ലാം കണ്ട് അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ സ്ത്രീയെ കൈകാര്യം ചെയ്യും. മീനു മുനീറിന് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിലും എന്ത് വരുന്നാലും എനിക്ക് സംശയമൊന്നുമില്ല, മീനു മുനീറിനെ അവർ സെറ്റിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മീനു മുനീർ പിണറായി വിജയൻ സാറിനെ പൊക്കി തലയെ വെക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ എന്ന് മാത്രമല്ല, ഇനി ഞാൻ വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ രേവതി രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ സിദ്ദിഖിനെതിരെ സമ്പത്ത് പറഞ്ഞല്ലോ, അവരെ കുറിച്ചിട്ടുള്ള വാർത്ത ഞാനിപ്പോൾ കണ്ടു. എന്താണെന്നറിയാമോ? അവരുടെ തെളിവുകളും ഒന്നും തെളിയിക്കാൻ പറ്റുന്നില്ല. അവരെപ്പോഴാണ് ബലാത്സംഗം ചെയ്തെന്നുള്ള തെളിവുകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരെന്നാണ് അങ്ങോട്ട് പോയത് വന്നത് എന്നൊന്നും ഉള്ള വിവരം പോലീസിൻ്റെ ഇല്ല. അപ്പോൾ പോലീസിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അവരുടെ പണിയും ഏതാണ്ട് പോലീസ് തീർത്തിട്ടുണ്ട്. പോലീസിന് സിദ്ദിഖിൻ്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വാർത്ത പറഞ്ഞെങ്കിൽ അത് പോലീസ് കൊടുത്താണെന്നുള്ളത് ഏത് മരപ്പൊട്ടനും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശശി ചെയ്തിട്ടുള്ള പണി ഏതാണ്ട് 90% ഈ സ്ത്രീകളെ വെച്ച് അവർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. സ്ത്രീകളുടെ അടുത്ത് പോകാൻ പറ്റിയ സ്ത്രീകളെ കണ്ടുപിടിച്ച് വെക്കാൻ നല്ല ബിരുദനാണ് പി ശശി ആ പണി ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ദയവായി ഈ വിഷയത്തിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ പൊതുമണ്ഡലത്തിൽ പൊതുജനങ്ങളുടെ അടുത്തും സ്ത്രീകളുടെ അടുത്തും ഈ പറയുന്ന അട്ടിമറി ശ്രമങ്ങൾ പിന്നെ പറഞ്ഞ് സ്ത്രീകളെയും ജനങ്ങളെയും സംഘടിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, വരും ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോളൂ, തെളിവില്ല എന്നും പറഞ്ഞ് ഇത് മുഴുവൻ പോകും ഒരു വശത്ത്. ഇനി ഞാൻ ഒരു ഞെട്ടിക്കുന്ന കാര്യം കൂടെ പറഞ്ഞേക്കാം, പിന്നെ ചർച്ച തീരുന്നതിന് മുമ്പ് സമയത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉറപ്പ് പറയുന്നു, മുകേഷിന് പിന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുകേഷിന് ജാമ്യം കിട്ടിയിരിക്കും. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ. കാരണം അവിടെ ഇരിക്കുന്ന ജഡ്ജി തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. ആ കോടതിയിൽ നിന്ന് ഈ ജഡ്ജിയുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം അനിലക്കര പറഞ്ഞു കഴിഞ്ഞു. ഹണിയം വർഗീസ് എന്നാണ് അവരുടെ പേര്. പരാതിയും കൊടുത്തു. അവരുടെ കോടതിയിൽ നിന്ന് പിണറായി സർക്കാരിനെതിരെ ഒരു വിധി വന്നിട്ടുണ്ടോ അനിൽ? ഒന്ന് പറഞ്ഞേ. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിജീവിതയുടെ കേസും അതിജീവിതയുടെ ഞാൻ അവസാനം പറയാം. പിന്നെ ക്രൈം നന്ദകുമാറിനെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അയാൾക്കെതിരെ കേസെടുത്തു. ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അവരെ എന്തോ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ കേസ് ഹണിയം വർഗീസിന് മുന്നിൽ ചെല്ലുന്നു. ഹണിയം വർഗീസ് കേസ് വിശദമായി പരിശോധിച്ചിട്ട് പറയുന്നു, അത് സെക്ഷുവലായിട്ട് അയാൾ ആ സ്ത്രീ എടുത്ത് പെരുമാറി എന്നുള്ളത് തെളിവൊന്നുമില്ല, പക്ഷേ ഞാൻ ജാമ്യം കൊടുക്കുന്നില്ലെന്ന്. എന്ത് അവരുടെ പിന്നെ CPM പാർട്ടി ആഫീസിൽ നിന്നാണോ ഇവിടെ നിയമം തീരുമാനിക്കുന്നത്? ഹണിയം വർഗീസ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ഭരണഘടന നോക്കിയിട്ടാണോ അതോ യഥാർത്ഥ ഭരണഘടന നോക്കിയിട്ടാണോ? ആ വിധിയിൽ അവർ പറയുകയാണ് സെക്ഷുവലായിട്ടൊന്നുമില്ല, പക്ഷേ ജാമ്യം ഞാൻ കൊടുക്കുന്നില്ല. ആ കേസിൽ 32 ദിവസമാണ് നന്ദകുമാർ ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്നിട്ട് പിന്നെ നന്ദകുമാറിൻ്റെ ജാമ്യാപേക്ഷ
ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള സിയാദ് റഹ്മാൻ കൈകാര്യം ചെയ്തപ്പോൾ സിയാദ് റഹ്മാൻ പറഞ്ഞെന്താണെന്നറിയാമോ? കീറക്കടലാസിൻ്റെ വില പോലുമില്ല ഈ FIR-ന്. ഈ FIR എടുത്ത് ചവറ്റോട്ടെ കളയണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദകുമാറിന് ജാമ്യം കൊടുത്തു. അവരാണ് ഹണി വർഗീസ്. അത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ ജാമ്യത്തിന് ചെന്നതാണ് പിന്നെ ഷാജൻ സ്കറിയയ്ക്കും അവർ ജാമ്യം കൊടുത്തില്ല. കാരണം അവരെവിടെ നിന്നാണ് ഈ പിന്നെ തീരുമാനം മേടിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ സംശയം. മനസ്സിലായോ? നിയമപുസ്തകങ്ങൾ നോക്കിയിട്ടാണോ അതോ വേറെ വല്ലയിടത്തുനിന്നാണോ? ഷാജൻ സ്കറിയുടേതും പോയി. അതിജീവിതരെടുത്ത് എങ്ങനെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? 2017 എടുത്ത കേസ് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ ഈ വനിത ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ അനിലിന്? അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിജു പൗലോസിനെ 100 ദിവസത്തിലധികമായി ഈ ഹണി വർഗീസ് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 ദിവസത്തിലധികമായി നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസിൽ 100 ദിവസത്തിലധികമായി അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇവർ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെമ്മറി കാർഡ് പോയതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഇവരാണ് ഈ ഹണി വർഗീസ്. അവരുടെ കോടതിയിലോട്ടാണ് ചെന്നിരിക്കുന്നത്. അവിടെ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു നോക്കി. എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ ജഡ്ജ് ആ വിധി എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ അങ്ങനെ പരിശോധിച്ചു. അപ്പം പിന്നെ വക്കീൽ അങ്ങനെ പറഞ്ഞു, വക്കീൽ ഇങ്ങനെ പറഞ്ഞു. അത് ഏതാണ്ട് 2010 എടുത്ത കേസാണ്, അതുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെന്ത് ഭരണഘടനയാണ് ഈ ഹണിയം വർഗീസിനെ നയിക്കുന്നത്? പാർട്ടി ഓഫീസിലെ ഭരണഘടനയാണോ? അതോ രാജ്യത്തെ ഭരണഘടന നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളാണോ? എന്തടിസ്ഥാനത്തിലാണ് അവർ ഇയാൾക്ക് ജാമ്യം പിന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്? 354 അവർക്കെതിരെ 376(1) 376(1) ഹണി എന്തോ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ 376(1) എന്ന് പറഞ്ഞ വകുപ്പ് ഇടുമ്പോൾ അറസ്റ്റ് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഹണിയം വർഗീസെ ഞാൻ ചോദിക്കട്ടെ. ഒന്നുമില്ലാതെ 8 ദിവസം ജയിലിൽ കിടന്നവനാണ് ഹണിയം വർഗീസെ. ഞാൻ ഒന്നുമില്ലാതെ 8 ദിവസം ജയിലിലിട്ടതാണ് എന്നെ. ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ റേപ്പിൻ്റെ ചാർജ് ഇട്ട ഒരു നരാധമൻ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അറസ്റ്റ് തടയുകയാണ്. എന്തിനാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അറിയാമോ? അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. 3-ാം തീയതി വരെ പോലീസുകാർക്ക് സമയം കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് 3-ാം തീയതിക്കുള്ളിൽ പോലീസ് പിന്നെ അന്വേഷിക്കും. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഈ റിപ്പോർട്ട് പോലീസ് കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിക്കും. ഇപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ന്യായാധിപയാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. വ്യക്തമാണ്. അവർ പറയും ഇതിനകത്തൊരു ചുക്കുഞ്ഞുണ്ടാകില്ല, അതുകൊണ്ട് മുകേഷിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ചർച്ച ഈ പറഞ്ഞ പോലെ വിമൻ ഇൻ സിനിമ കളക്റ്റീവിലോ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വനിതാ നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോടുള്ള എൻ്റെ കൈകൂപ്പി കുടിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അട്ടിമറിച്ച് നശിപ്പിക്കാൻ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ പിണറായിയും പി ശശി എല്ലാം കൂടി. അതുകൊണ്ട് നിങ്ങളിതിനകത്ത് ഇപ്പോൾ നിങ്ങളിന്ന് കുറച്ച് പേര് AK സെൻറ്റർ ഉപരോധിക്കുന്നു ഒക്കെ ഞാൻ കേട്ടു. അങ്ങനെ വല്ലതും ഒക്കെ ചെയ്യാതെ ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെന്തെങ്കിലും നിങ്ങൾ ചെയ്യണമെങ്കിൽ 3-ാം തീയതിക്ക് മുമ്പ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ 3-ാം തീയതി പിന്നെ മുകേഷ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് അവൻ ഇറങ്ങി അവൻ്റെ വഴിക്ക് പോകും. അതോടെ ഈ ക്യാമ്പയിൻ അവസാനിച്ചു പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.